ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. സംഘാലയം നടത്തുന്ന ഓരോ പരിപാടി തുടക്കം മുതൽ ഇന്ന് വരെ ഓരോ വർഷവും മുടക്കാതെ നടക്കുന്ന ഈ പരിപാടികളാണ്. 24 സംസ്ഥാനങ്ങളിൽ നിന്നും 15 രാജ്യങ്ങളിൽ നിന്നുമുള്ള കരകൗശല സാധനങ്ങളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ കൈകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഗ്രാമീണ തലത്തിൽ ഓരോ രാജ്യങ്ങളുടെയും ഓരോ സംസ്ഥാനങ്ങളുടെയും കരകൗശല വസ്തുക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് വാങ്ങുവാനും കാണുവാനും എല്ലാം തന്നെ എത്തുന്ന ആളുകൾ തിരിച്ചു പോകുമ്പോൾ ഏറ്റവും നല്ല ഒരു സായാഹ്നം കൊടുത്തുകൊണ്ടാണ് സർക്കാരയ അവരെ എല്ലാം തന്നെ വരവേറ്റിട്ടുള്ളത്. മനസ്സ് നിറയെ സന്തോഷം കൊടുത്തുകൊണ്ടാണ് തിരിച്ചയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് ഈ സമയങ്ങളിൽ നടക്കുന്ന ഓരോ പരിപാടിയും ജനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. വ്യത്യസ്ത മേഖലയിലുള്ള ആളുകൾ നടത്തുന്ന കലാപരിപാടികൾ, അത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളും വന്നിട്ടുള്ള പരിപാടികളെല്ലാം തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഓരോ ദിനവും നമുക്ക് ഇന്ന് വരെ നേരിട്ട് കാണാൻ പറ്റാത്ത രീതിയിലേക്കുള്ള പരിപാടികളാണ് എല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലം, ഈ പ്രദേശം, മുമ്പ് കാലങ്ങളിലേക്ക് നമ്മൾ ഒന്ന് ചരിത്രത്തിന്റെ പിന്നോട്ടൊന്ന് പോയാൽ നമുക്ക് ഓർക്കാൻ വേണ്ടി കഴിയുക പാറമടയായിരുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളതാണ്. UNCC ഈ സ്ഥലത്തെ വികസിപ്പിച്ചെടുത്തു, ഏറ്റവും സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് ജനങ്ങളെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ നമ്മൾ ഈ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചുറ്റും വെള്ളമാണ്. ഒരു കായലോ അല്ലെങ്കിൽ കുളമോ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്കാണ്, അതിന് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിനനുസരിച്ച് ലൈറ്റ് ഡെക്കറേഷൻ എല്ലാം തന്നെ ആയപ്പോൾ ഇതാകെ അങ്ങോട്ട് മാറുകയാണ്. വോട്ട് സർവീസ് അടക്കമുള്ള വോട്ട് ഏത് രീതിയിലും സമയം ആസ്വദിക്കുവാൻ അല്ലെങ്കിൽ സമയം പോക്കുവാനും ഈ പ്രദേശത്തെ കാണാനും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് വോട്ടടക്കമുള്ളത്. എല്ലാം ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം. നമുക്കറിയാം, UNCC എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഓരോ കാര്യങ്ങളും തൊട്ട മേഖലയെല്ലാം തന്നെ പൊന്നാക്കുന്ന രീതിയിലേക്കാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ചാരിറ്റി പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നു, വിദ്യാഭ്യാസപരമായിട്ടുള്ളത് മറ്റൊരു ഭാഗത്ത് ചെയ്യുന്നു.
അതേപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജോലി കൊടുക്കാനും അതേപോലെയുള്ള വലിയ എല്ലാവർക്കും താങ്ങാവുന്ന ഒരു പ്രസ്ഥാനമായിട്ട് തന്നെ ULCC വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ കീഴിലാണ് ഈ സർഗാലയം എന്ന് പറയുമ്പോൾ അഭിമാനം തോന്നുന്നു. സർഗാലയ ഇന്റർനാഷണൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഫെസ്റ്റിവൽ ഈ നാട്ടിലെ ജനങ്ങളെ മാത്രമല്ല ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ആളുകളെ എല്ലാം ആകർഷിക്കുന്ന ഒരു മഹാമേളയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പയ്യോളി പ്രദേശത്ത് നേരത്തെ ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രദേശത്ത് നിന്നും പ്രവർത്തനം ആരംഭിച്ച് ദേശീയ ശ്രദ്ധയാകർഷിച്ച ഒരു സഹകരണ പ്രസ്ഥാനമായി നിർമ്മാണ മേഖലയിലും സാങ്കേതിക മേഖലയിലും IT മേഖലയിലും നിലയുറപ്പിച്ചിട്ടുള്ള പ്രശസ്ത സ്ഥാപനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ലിമിറ്റഡ് അവരുടെ ശ്രദ്ധ ഈ മേഖലയിൽ പതിഞ്ഞതിനെ തുടർന്നാണ് ഇതിന് പുതിയ രൂപവും ഭാവവും ഉണ്ടായി വന്നത്. നമ്മുടെ കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതൊരു തൊഴിലായി പരമ്പരാഗതമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾ അവരുടെ ശില്പചാതുരി സ്വയം പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് ഇത്തരത്തിലുള്ള കരകൗശല പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. എന്നാൽ അത് സാർവദേശീയ അടിസ്ഥാനത്തിൽ ഒരു ബിസിനസ്സായും അല്ലെങ്കിൽ വ്യവസായമായും കലാബോധമുള്ള മനുഷ്യരുടെ മനസ്സിൽ ആകർഷണീയതയോടെ പ്രവർത്തിക്കാനും കഴിഞ്ഞതിൻ്റെ ഭാഗമായി ഒരു അന്തർദേശീയ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കൊലാബറേഷൻ ഈ രംഗത്ത് പടിപടിയായി വളർന്നു വരികയാണ്. നമ്മുടെ തനതായ കരവിരുതിൻ്റെ ഉൽപ്പന്നങ്ങൾ മറ്റു പ്രദേശങ്ങളിലെ ഉൽപ്പന്നങ്ങളുമായി സമാസമം ചേർത്തുകൊണ്ടുള്ള ഒരു കൊലാബറേഷൻ നടന്നു വരുന്നുണ്ട്. അത് ഈ മേഖലയെ വളർത്തുകയാണോ സമ്പുഷ്ടമാക്കുകയാണോ അല്ല തനിമ നഷ്ടപ്പെടുകയാണോ എന്നത് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയില്ല. ഭാഷകൾ തമ്മിലുള്ള സമന്വയം പോലെ, ആഹാര രീതികളിലെ സമന്വയം പോലെ, ആചാരങ്ങളിലെയും വസ്ത്രധാരണങ്ങളിലെയും സമന്വയം പോലെ നമ്മുടെ കഥകളി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുന്നത് പോലെ
നാളെ അവിടത്തേക്ക് എത്താൻ സഹായകമായ ഒരു വേദിയായി ഈ സർഗാലയത്തിൽ ഈ മേള മാറിയിട്ടുണ്ട്. 25 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിദേശ രാജ്യങ്ങളും ഇവിടെ എത്തി അവരുടെ കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അവയിലെ നിർമ്മാണ ചാതുര്യത്തിൻ്റെ മികവുകൾ പരിശോധിക്കാൻ ഇരുകൂട്ടർക്കും പരസ്പരം സഹായകമായ ഒരു വേദിയായി സർഗാലയത്തിലെ ഈ പരിപാടികൾ മാറിയിട്ടുണ്ട്. അത് ഒരു വലിയ ചുമതലയായി ഏറ്റെടുത്ത ULCCയോടൊപ്പം ഈ നാടും പങ്കുചേർന്നു എന്നാണ് കഴിഞ്ഞ 20-ാം തീയതി മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉത്സവത്തിലെ പ്രദർശനത്തിലെ ജനപങ്കാളിത്തം ബോധ്യപ്പെടുത്തുന്നത്. വൈവിധ്യങ്ങളായ കലാരൂപങ്ങളോടൊപ്പം വൈവിധ്യമേറിയ പരിപാടികളും അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ സായാഹ്നങ്ങളെയും സമ്പുഷ്ടമാക്കുന്ന ഒരു പരിപാടിയുടെ പരിസമാപ്തി നടത്തുന്ന ഈ വേളയിൽ ഇവിടെ എത്തിച്ചേരാനും നിങ്ങളോട് 2 വാക്ക് പറയാനും എനിക്ക് ഇപ്രകാരം ഒരു അവസരം ലഭിച്ചതിലുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്